എല്ലാവർക്കും അടക്കളക്കാരൻ്റെ അടുത്തേക്ക് സ്വാഗതം. ബിരിയാണിക്ക് പേരുകേട്ട സ്ഥലമാണ് ഹൈദരാബാദ്. ഹൈദരാബാദി ദം ബിരിയാണി നിങ്ങളിൽ ആരെങ്കിലും ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച നിങ്ങളുടെ നാവിൽ ആ രുചി ഇപ്പോഴും ഉണ്ടാകും. ലോകപ്രശസ്തമായ ഹൈദരാബാദി ദം ബിരിയാണിയുടെ രുചി അടുക്കളക്കാരന്റെ പ്രത്യേകമായ കൂട്ടുകളും ചേർത്ത് നല്ലൊരു കിടിലൻ ബിരിയാണി ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അടുക്കളക്കാരന് അഭിമാനം തോന്നുന്നു. ഈ ബിരിയാണി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. ഈ രുചി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അടുക്കളക്കാരൻ ഗ്യാരണ്ടി. ബിരിയാണി ആയതുകൊണ്ട് തന്നെ മറ്റു വീഡിയോകളെ അപേക്ഷിച്ച് അല്പം ദൈർഘ്യം ഉണ്ടാകും ഈ എപ്പിസോഡിന്. അതുകൊണ്ട് സാധനം ക്ഷമിക്കുക. ഒരുപാട് സമയം പറഞ്ഞിനി കളയുന്നില്ല. നമുക്ക് അടുക്കളക്കാരുടെ അടുത്തേക്ക് തന്നെ നീങ്ങാം. ബിരിയാണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബിരിയാണി മസാല. അതിനുവേണ്ടി ഗ്രാമ്പു 12 എണ്ണം, പട്ട 1.5 ഇഞ്ച് കഷ്ണം, ഏലക്ക 8 എണ്ണം, ഷാജീര 1.5 ടീസ്പൂൺ. ഷാജീര എന്ന് പറയുന്നത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് സാധാരണ ജീരകമല്ല, ഷാജീര എന്ന് തന്നെ ചോദിച്ച് വാങ്ങിക്കണം. കുരുമുളക് 15 എണ്ണം. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അടുത്തത് ചിക്കൻ മാരിനേഷനാണ്. അതായത് ചിക്കൻ മസാലകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിലേക്കായി വേണ്ടത്. ചിക്കൻ 2 കിലോ വലിയ കഷ്ണങ്ങളാക്കി എടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈര് 1 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1 കപ്പ്, പുതിനയില അരിഞ്ഞത് 1.25 കപ്പ്, പച്ചമുളക് 12 എണ്ണം, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഈ പറഞ്ഞ മുളക് പൊടി, മല്ലിപ്പൊടി, തൈര്, ഇലകൾ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. തവിയോ സ്പൂണോ ഒന്നും ഉപയോഗിക്കരുത്. കൈകൊണ്ട് തന്നെ നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മിക്സുമായിട്ട് യോജിപ്പിച്ച് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് 4 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നമ്മൾ 4 മണിക്കൂർ മാറ്റി വയ്ക്കുന്നത് ചിക്കൻ പീസുകൾ നന്നായി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി 3 സവോള കനം കുറഞ്ഞരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കുക. ഉണക്കമുന്തിരി വൈറ്റ് ആയാലും കുഴപ്പമില്ല. നെയ്യും റിഫൈൻഡ് ഓയിലും മിക്സ് ചെയ്ത് അതിലാണ് ഇതെല്ലാം വറുത്ത് കോരേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരി കുതിർത്ത് വെക്കുക. അപ്പോൾ അതിലേക്കായിട്ട് ബാസ്മതി റൈസാണ് വേണ്ടത്. ബാസ്മതി റൈസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇന്ത്യ ഗേറ്റാണ്. അത് നല്ല ബാസ്മതി റൈസാണ്. നല്ല വൈറ്റ് കളറായിരിക്കണം. ഒരു മഞ്ഞ കളറൊക്കെ ഉള്ളത് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ലോങ് ഗ്രെയിനാണ്. ലോങ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള അരിയാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ബിരിയാണി അരി വേവിക്കാനായി വേണ്ട സാധനങ്ങൾ എടുക്കാം. അതിനായി പുതിനയില 10 എണ്ണം, 1 കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു 8 എണ്ണം, ഏലക്ക 6 എണ്ണം, 2-3 തക്കോലം, 4 കറുത്ത ഏലക്ക, കാട്ടേലക്ക എന്ന് പറയും, കുരുമുളക് 10 എണ്ണം, ജാതിപത്രി 1 എണ്ണം, മറാത്തി മോഗ 2 എണ്ണം, ബേ ലീഫ് അഥവാ കറുവേല 4 എണ്ണം. പേടിക്കേണ്ട കേട്ടോ, ഈ സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. ഇനി ഒരു വലിയ പാത്രത്തിൽ 6 ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇളക്കി കൊടുക്കരുത് അധികം. ഇളക്കി കൊടുത്താൽ അരി പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇളയ്ക്കുന്ന തവി കൊണ്ട് പതുക്കൊന്ന് മറിച്ച് കൊടുക്കുക. ഇത് 60% വേഗമാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ വെന്ത് വരും. ബാക്കി 10% ഇത് ഊറ്റി വെച്ച് കഴിയുമ്പം ഇരുന്ന് വേകും. പിന്നെയുള്ള 30% ദമ്മിൽ കിടന്നാണ് വേവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
വേവാണ്. വെന്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി മോശമായി പോകും. മൂടി വെക്കേണ്ട കാര്യമില്ല, തുറന്ന് തന്നെ വേവിച്ചാൽ എടുക്കാവുന്നേ ഉള്ളൂ. മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ, ആദ്യമായിട്ട് ആ ബസുമതി റൈസ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ദയവ് ഇത് തുറന്ന് തന്നെ വെച്ച് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വേവിച്ചെടുക്കണേ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ചോറ് കണക്കിന് വെന്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അറിയാം. ഈ പരുവത്തിൽ വെന്ത് കിട്ടണം. വെള്ളം മാത്രമേ കളയാവുള്ളൂ. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ വെള്ളം ചേർത്ത് ഇതുപോലെ ചുമ്മാ കുഴച്ച് വയ്ക്കണേ. ഇവനെ നമുക്ക് ആവശ്യം വരും. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് 50 മില്ലി വെള്ളത്തിൽ നന്നായി കലക്കി എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ അരക്കപ്പ് ചെറുചൂട് പാലിൽ 4 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് മിക്സ് ചെയ്യുക. അതും മാറ്റി വയ്ക്കുക. പിന്നെ അരക്കപ്പ് മല്ലിയില പൊടിയായി എരിഞ്ഞത് വേറെ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത്രയും സാധനങ്ങൾ ബിരിയാണി ദം ഇടുന്നതിന് തൊട്ട് മുമ്പ് മാത്രം തയ്യാറാക്കി വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തി കേട്ടോ. ബിരിയാണി ദം അടിക്കാൻ പോവുകയാണ്. ചൂടുകട്ടിയുള്ളതും അടുപ്പുള്ളതുമായ പാത്രം തന്നെ വേണം. അത് ചൂടാക്കി ബാക്കിയുള്ള റിഫൈൻഡ് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ നമ്മുടെ സവോളയും കശുവണ്ടിയും മറ്റും വറുത്ത് ബാക്കി വന്ന എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നിരത്തിയിട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഇനി ചിക്കൻ കഷ്ണങ്ങൾ മുകളിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് കുറച്ച് ഭാഗം ഇട്ട് നിരത്തി കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് കുറച്ച് തളിച്ചു കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള, കശുവണ്ടി, ഉണക്കമുന്തിരി എന്നിവ കുറച്ച് വിതറി കൊടുക്കുക. ഇനി എസൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്നും 1 സ്പൂൺ തളിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില വിതറി കൊടുക്കുക. ഒടുവിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി തൂളി കൊടുക്കണേ. ഇപ്പോൾ ബിരിയാണി ദമ്മിൻ്റെ ഒരു ലെയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറുകളും ഇപ്രകാരം ആക്കിയെടുക്കുക. ഇനി നമുക്ക് പാത്രം സീൽ ചെയ്യാനായി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ പാത്രത്തിൻ്റെ വക്കിൽ ആക്കിയതിന് ശേഷം അടപ്പ് കൊണ്ട് നല്ലവണ്ണം മൂടി വയ്ക്കുക. സ്റ്റൗ 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ബിരിയാണി പാത്രം അടുപ്പിൽ നിന്ന് മാറ്റി ഒരു തവ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആ തവയുടെ മുകളിൽ പാത്രം വയ്ക്കുക. ഇങ്ങനെ വെക്കുന്നത് ബിരിയാണി അടിയിൽ കരിയാതിരിക്കാനായിട്ടാണ്. ഇനി അടപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരമുള്ളൊരു വസ്തു വയ്ക്കുക. അതുപോലെ 2 or 3 ചിരട്ട കത്തിച്ച് അല്ലെങ്കിൽ വിറകേറി ആയാലും മതി പാത്രത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബിരിയാണിയുടെ മുകൾ ഭാഗം ഒരു പ്രത്യേക രീതിയിൽ വെന്ത് കിട്ടും. ഇനി ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 25 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പിൻ്റെ സീൽ പൊട്ടി ബിരിയാണിയുടെ സുഗന്ധം പുറത്തേക്ക് വരും. അപ്പോൾ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇനി ബിരിയാണിയുടെ ദം പൊട്ടിക്കുക എന്ന ആ മഹാകർമ്മം നമുക്ക് നിർവഹിക്കാം. എയർ ടൈറ്റ് ആയതുകൊണ്ട് ചട്ടുകമോ മറ്റുപയോഗിച്ച് മൂടി തുറക്കാം. വാവ്, നല്ലൊരു മണം തന്നെ ഇവിടെ എല്ലാം പരന്നു കഴിഞ്ഞിരിക്കുന്നു. നോക്കുക, അതിമനോഹരമായി തന്നെ നമ്മുടെ ബിരിയാണി തയ്യാറായിരിക്കുന്നു. ഇനി ബിരിയാണി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം മാറ്റാം. നല്ല സലാഡും അച്ചാറും പപ്പടവും കൂട്ടി കഴിച്ചു നോക്കിയിട്ട് അടുക്കളക്കാരനോട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അപ്പോൾ തൽക്കാലം വിട പറയട്ടെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കൂടി ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. ഒരുപാട് വ്യത്യസ്തതയും തനിമയുമാർന്ന രുചികളുമായി അടുക്കളക്കാരൻ ഇനിയും വരും. കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭദിനം.